കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 762. സൂറത്തു നൂർ ആയത്തുകൾ 31 മുതൽ 40 വരെ. പേജ് നമ്പർ 1237. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم من مال الله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحسنا لتبتغوا عرض الحياة الدنيا ومن يكرههن فإن الله من بعد إكراههن غفور رحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. الله نور السماوات والأرض مثل نوره كمشكاة فيها المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس
والله بكل شيء عليم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب أو كظلمات في بحر لجي يغشاه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 763 സൂറത്തുൻ നൂർ ആയത്ത് 30 പേജ് നമ്പർ 1237. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുബ്ന മിൻ അബ്സ്വാരിഹിന്ന വിശ്വാസിനികളോട് അവരുടെ കണ്ണുകൾ താഴ്ത്തുവാൻ പറയുക. വയഹ്ഫദ്ന ഫുറൂജഹുന്ന അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പേജ് നമ്പർ 1238. വലാ യുബ്ദീന സീനതഹുന്ന അവരുടെ അഴകിനെ വെളിവാക്കാതിരിക്കുവാനും. സൃഷ്ടിപ്പിലുള്ള അഴകാകട്ടെ വസ്ത്രങ്ങളെ കൊണ്ടുള്ള അഴകാകട്ടെ ഒന്നും അന്യർക്ക് കാണാവുന്ന തരത്തിൽ പ്രദർശിപ്പിക്കരുത്. ഇല്ലാമാ ലഹറ മിൻഹാ അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ. മുഖവും മുൻകൈയും കൺമണികളും കൈവിരലിലെ മോതിരവും ഒക്കെയാണ് പ്രത്യക്ഷമായതിൻ്റെ ഉദ്ദേശ്യമെന്ന് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന അവർ അവരുടെ മുഖമക്കനകൾ മാരടങ്ങളിൽ താഴ്ത്തിയിടണമെന്നും വലയുബ്ദീന സീനതഹുന്ന അവരുടെ അഴകിനെ അവർ വെളിപ്പെടുത്തരുത് എന്നും. സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. അവളുടെ ശരീരത്തിൻ്റെ അഴക് പ്രകടമാകുന്ന തരത്തിലുള്ള ഒരു വസ്ത്രവും ധരിക്കാൻ പാടില്ല. ആ ചിട്ട ആരുടെയൊക്കെ മുമ്പിൽ പാലിക്കേണ്ടതില്ലെന്ന് ഖുർആനിയുടെ എണ്ണി പറയുന്നു. മുഖവും മുൻകൈയുമല്ലാത്തതൊന്നും വെളിപ്പെടുത്തരുതെന്ന് കാണിക്കുന്ന ഒരു ഹദീസ് അബൂദാവൂദ് റഹിമഹുല്ലാ 4106 ഉദ്ധരിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണെങ്കിലും ഒരു പക്ഷം മുഖവും കൈപ്പടങ്ങളും അടക്കം മറക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഖവും മുൻകൈയുമല്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ മറക്കണമെന്നതിൽ അഭിപ്രായ ഭിന്നതയില്ല. സൗന്ദര്യം പ്രദർശിപ്പിക്കപ്പെടാനുള്ളതല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്. നഗ്നതയും സൗന്ദര്യവും വെളിവാകുന്ന തരത്തിലുള്ള ഒരു വസ്ത്രവും അണിയാൻ പാടില്ല. ഉള്ളിലുള്ളത് കാണാവുന്ന തരത്തിൽ നേരിയതോ ഇടുങ്ങിയതോ ആയവയും നിഷിദ്ധമാണ്. സ്ത്രീ ശരീരത്തിൻ്റെ ഉയർച്ചയോ താഴ്ചയോ പുറത്ത് കാണിക്കുന്ന വസ്ത്രവും നിരോധിക്കപ്പെട്ടവയാണ്. പിൻഭാഗം ഉയർന്ന ചെരുപ്പുകളും അവയിൽപ്പെടുന്നു. പുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തുന്നതായാണ് ഇന്നത്തെ സ്ത്രീകളുടെ ഉടയാടകൾ. നോട്ടം പുരുഷന്റെ ഭാഗത്ത് നിന്നായാലും സ്ത്രീയുടെ ഭാഗത്ത് നിന്നായാലും വ്യത്യാസമില്ല. മാറിടം ശരിക്ക് മറക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് ആയത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ അത്തരത്തിൽ വസ്ത്രമില്ലാതിരുന്ന മുഹാജിറുകളായ സ്ത്രീകൾ വസ്ത്രം കീറി മാറുമറക്കുന്ന രൂപത്തിൽ കൽപ്പന നടപ്പാക്കിയതായി ആയിഷ റളിയല്ലാഹു അൻഹ
പ്രശംസിച്ചു പറഞ്ഞത് ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ബുഖാരി 4480, 4481. ചുരുക്കത്തിൽ സ്ത്രീയുടെ നഗ്നതയും സൗന്ദര്യവും വീട്ടിനകത്ത് ഭർത്താവിന് കാണാനും ആസ്വദിക്കാനുമുള്ളതാണ്, പ്രദർശനത്തിനുള്ളതല്ല. പ്രദർശന വസ്തു എന്ന അവസ്ഥയൊക്കെ കടന്ന് കഴിഞ്ഞ് ഇന്ന് സ്ത്രീ സൗന്ദര്യം വിൽപ്പനച്ചരക്കായിരിക്കുന്നു. സാമൂഹ്യം, സാഹിത്യം, കായിക രംഗങ്ങളിലെല്ലാം തന്നെ നഗ്നതാ പ്രദർശനം വളരെ സാർവത്രികവും സാധാരണവുമായിരിക്കുന്നു. ഈ മണ്ഡലങ്ങളിലൊക്കെ പുരുഷൻ മാന്യമായി വസ്ത്രമണിഞ്ഞിരിക്കും, സ്ത്രീ പരമാവധി വസ്ത്രമണിയാതെയും. സ്പോർട്സ് രംഗം നോക്കുക. ആണുങ്ങൾ മര്യാദക്ക് ട്രാക്ക് സൂട്ട് അണിയുമ്പോൾ പെണ്ണുങ്ങൾ എന്താണ് ധരിച്ചിട്ടുള്ളതെന്ന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടി വരും. സിനിമ, സീരിയൽ, കലാരംഗങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. വൃത്തികെട്ട സിനിമകളും ചാനലുകളും ഇന്റർനെറ്റിലെ അറ്റമില്ലാത്ത വ്യതിയാനങ്ങളും വിൽപ്പന ചരക്കാക്കുന്നത് സ്ത്രീ ശരീരം തന്നെയാണ്. എല്ലാ കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്കും ലൈംഗിക അരാജകത്വത്തിനും മാത്രമാണ് വഴിവെക്കുക. നടത്തിപ്പുകാരുടെ സാമ്പത്തിക നേട്ടത്തിന് എന്തും ചെയ്യാമെന്ന് വന്നിരിക്കുന്നു. വാണിജ്യമണ്ഡലം നോക്കുക. മുട്ടുസൂചി മുതൽ വിമാനം വരെ പരസ്യപ്പെടുത്തുന്നത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അകമ്പടിയോടുകൂടി മാത്രമാണ്. ഇപ്പോൾ പുരുഷ നഗ്നതയും വിൽപ്പന ചരക്കാക്കാൻ ആരംഭിച്ചതായി കാണുന്നു. ഏതായാലും ഇതെല്ലാം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ധാർമ്മിക നാശത്തിന് മാത്രമാണ് വഴിയൊരുക്കുക എന്നതിൽ ഒരു സംശയവും ഇല്ല. പേജ് നമ്പർ 1239. ഇല്ലാ ലിബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർക്കൊഴികെ, ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ പിതാക്കൾ, പിതാവിൻ്റെ സഹോദരന്മാരും മാതാവിൻ്റെ സഹോദരന്മാരും, അതായത് പിതൃവ്യന്മാരും അമ്മാവന്മാരും ഹദീസിൽ അറിയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂട്ടത്തിൽ പെടുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനം കൽപ്പിക്കപ്പെടുന്നവരാണല്ലോ അവർ. ഔ ആബാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾ. ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ പുത്രന്മാർ. ഔ അബ്നാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾ. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരപുത്രന്മാർ. ഔ ബനി അഖവാതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരിമാരുടെ പുത്രന്മാർ. ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ സ്ത്രീകൾ. ഔ മാ മലകത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ. സ്ത്രീകൾക്ക് അവരുടെ അടിമകളായ പുരുഷന്മാരുടെ മുമ്പിൽ പർദ്ദ ആചരിക്കണമെന്നില്ലെന്ന് സാരം. ഈ സ്ഥാനത്ത് CN മൗലവി പെണ്ണുങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുന്നവർ എന്ന് അർത്ഥം കൊടുക്കുകയും അവരുടെ കീഴിലുള്ള യുദ്ധത്തടവുകാരായ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അബദ്ധമാണ്. പെണ്ണുങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിലാണോ യുദ്ധത്തടവുകാർ? അടിമത്തത്തെ ഇദ്ദേഹം എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അർത്ഥം മാറ്റിയത്. അവരുടെ സ്ത്രീകൾ എന്ന് വെച്ചാൽ അവരുടെ സ്നേഹിതകളെയും വീട്ടുവേലക്കാരും ആയുള്ള പെണ്ണുങ്ങൾ എന്ന് സാരം. അവരുടെ സ്നേഹിതകളായും വീട്ടുവേലക്കാരുമായുള്ള പെണ്ണുങ്ങൾ എന്ന് സാരം. മുസ്ലിം സ്ത്രീകൾ എന്നുകൂടി അർത്ഥമുണ്ടെന്നും മുസ്ലിം അല്ലാത്ത സ്ത്രീ അന്യപുരുഷനെ പോലെയാണെന്നും പൂർവിക പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് അടിമത്തം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഇനി മാത്രമല്ല, ഒരാൾക്ക് അടിമ ഉണ്ടെങ്കിൽ തന്നെ ആ അടിമയോട് സഹോദരൻ സഹോദരി എന്ന നിലക്ക് പെരുമാറണമെന്ന് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവർക്ക് കഴിയാത്ത ജോലി അവരെ ഏൽപ്പിക്കാൻ പാടില്ല, മാന്യമായി പെരുമാറണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളിൽ പെടും. അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് കാമവികാരം ഇല്ലാത്ത ആശ്രിതന്മാർ. അല്ലെങ്കിൽ സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ. മേൽപ്പറഞ്ഞവരൊഴിച്ച് വേറെ ആർക്കും പെണ്ണുങ്ങൾ അവരുടെ അഴക് വെളിപ്പെടുത്തരുത്. സൗന്ദര്യം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾ അണിയരുത്. പേജ് നമ്പർ 1240. പെണ്ണുങ്ങൾ അവരുടെ കാലുകൾ കൊണ്ട് അടിക്കരുത്. അവർ മറച്ചു വെക്കേണ്ടതായ അഴക് അറിയപ്പെടുന്നതിന് വേണ്ടി. ഭൂമിയിൽ കാൽ ചവിട്ടിയിട്ടോ കാലുകൾ തമ്മിലടിച്ചിട്ടോ ആഭരണങ്ങളുടെ കിലുക്കം കൊണ്ടോ സൗന്ദര്യം പുറത്തു കാണത്തക്ക നിലയിൽ ഒന്നും ചെയ്യരുത്. സൗന്ദര്യം പുറത്തു കാണിക്കുവാനും ആകർഷിക്കുവാനുമായി ചെയ്യുന്ന എല്ലാ തന്ത്രങ്ങളും നിഷിദ്ധമാണെന്നർത്ഥം. നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാനും മതി.
ചാരിത്ര ശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും നശിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചു. ഇനി അവയുടെ വിശുദ്ധി സംരക്ഷിക്കപ്പെടാൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ വിവാഹത്തെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിക്കുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 764, സൂറത്തുൻ നൂർ ആയത്ത് 32, പേജ് നമ്പർ 1240. വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്ന് ഇണയില്ലാത്തവർക്ക് നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുക. അയാമ എന്ന് വെച്ചാൽ ഇണയില്ലാത്തവർ എന്നാണ് അർത്ഥം. വിവാഹം കഴിക്കാത്ത സ്ത്രീ പുരുഷന്മാർ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ, ഭാര്യ മരിച്ചുപോയ പുരുഷന്മാർ, വിവാഹമോചിതരായ സ്ത്രീകൾ, വിവാഹമോചനം നടത്തിയ പുരുഷന്മാർ, ഇങ്ങനെ 6 തരക്കാരുണ്ട്. ഇവർക്കെല്ലാം അയാമ എന്ന് പറയുന്നു. വിഷയം എല്ലാവർക്കും ബാധകവുമാണ്. അതുകൊണ്ട് അവിവാഹിതർ എന്ന് അർത്ഥം വേണ്ടത്ര ശരിയല്ല. വസ്സാലിഹീന മിൻ ഇബാദികും വ ഇമാഇകും, നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവർക്കും വിവാഹം നടത്തിക്കൊള്ളുക. നല്ലവരെന്ന് വെച്ചാൽ വിശ്വാസത്തിലും കർമ്മങ്ങളിലും സ്വഭാവങ്ങളിലും നല്ലവർ എന്ന് തന്നെ. അവരുടെ നന്മക്കും പുണ്യത്തിനും കോട്ടം തട്ടാതെ സൂക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. സ്വാലിഹീന എന്നതിന് തരപ്പെട്ടവർ എന്നർത്ഥമാണെന്നും ഒരഭിപ്രായമുണ്ട്. അതായത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ബാധ്യതകൾ നിറവേറ്റുവാൻ തക്ക കഴിവുള്ളവർ എന്ന് സാരം. യഥാർത്ഥത്തിൽ 2 വ്യാഖ്യാനവും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് കാണാം. അവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകും. അവർ സാമ്പത്തിക കഴിവില്ലാത്തവരായതുകൊണ്ട് നിങ്ങൾ പിൻവാങ്ങരുത്. അവരുടെ ബന്ധം അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ കാരണമായിത്തീരും. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. വിശാലൻ എന്ന് വെച്ചാൽ എത്ര കൊടുത്താലും അവൻ്റെ പക്കലുള്ളത് കുറഞ്ഞു പോകുകയില്ല എന്നർത്ഥം. മനുഷ്യരും ജിന്നുകളും മുൻഗാമികളും പിൻഗാമികളും എല്ലാവരും അള്ളാഹുവിനോട് ചോദിച്ചാൽ അവർക്കെല്ലാം കൊടുത്താലും അവൻ്റെ പക്കലുള്ളതിൽ കുറവ് വരികയില്ല. പേജ് നമ്പർ 1241. ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ സമുദ്രത്തിലെ വെള്ളത്തിന് കുറവ് വരാത്തതുപോലെ എന്നിപ്രകാരം സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. ഇണയില്ലാത്തവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന ഖുർആന്റെ കൽപ്പന പ്രത്യേകം ശ്രദ്ധയർക്കുന്നു. വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ ബാധ്യതയാണെന്നർത്ഥം. രക്ഷാകർത്താക്കൾ, കുടുംബ തലവന്മാർ, ബന്ധുക്കൾ, നാട്ടുകാർ, ഭരണാധികാരികൾ ഇവർക്കൊക്കെ അവരുടേതായ ഉത്തരവാദിത്തമുണ്ടെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക പ്രയാസങ്ങളാണ് എല്ലാ സമൂഹങ്ങളിലും നാടുകളിലും വിവാഹത്തിന് തടസ്സമായി പറയാറുള്ളത്. അതൊരു തടസ്സമാകരുതെന്നും ദരിദ്രന്മാർക്ക് അള്ളാഹു ധന്യത നൽകുമെന്നും സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അവനാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്രകാരം ചെയ്യരുതെന്നുമാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അൽഹംദുലില്ലാഹ്. സ്വന്തമായി ഒരു വീടോ ഒരു തുണ്ട് ഭൂമിയോ സ്ഥിരം തൊഴിലോ ഇല്ലാത്തവൻ എങ്ങനെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കും എന്ന ആശങ്ക ഒഴിവാക്കണം. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വധുവിൻ്റെ കൈകാര്യകർത്താവ് വരന് പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുത്താൽ ഇസ്ലാമിലെ വിവാഹമായി. വരൻ അയാളുടെ കഴിവനുസരിച്ച് മഹർ നൽകണം. ഇത്ര ലളിതമാണ് കാര്യം. വധുവിൻ്റെ ആൾക്കാർക്ക് സദ്യ ബാധ്യതയില്ല. വരൻ അയാളുടെ കഴിവനുസരിച്ച് സദ്യ നൽകട്ടെ, നിർബന്ധമില്ല. എന്നാൽ വിവാഹാലോചന മുതൽ തുടങ്ങുന്ന ആചാരങ്ങളുടെ നൂലാമാലകൾ മരണത്തോടെയും അവസാനിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സമ്പന്നർക്കതൊക്കെ അവരുടെ പൊങ്ങച്ചം കാണിക്കാനുള്ള അവസരങ്ങളാകുമ്പോൾ പാവപ്പെട്ടവർ കണ്ണീർ കുടിക്കുകയാണ്. കുടുംബം പുലർത്തുന്നത് പോകട്ടെ, മഹറായി ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും ഇല്ലാത്ത ദരിദ്രന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തു. അയാൾക്ക് പാഠമുള്ള ഖുർആനിലെ ഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതിയെന്ന നിശ്ചയത്തിൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ആ സംഭവം പ്രസിദ്ധമത്രേ. ബുഖാരി 51-49, മുസ്ലിം 35-53. ദാരിദ്ര്യം മൂലം വിവാഹം നീട്ടിവെക്കുന്നതിനേക്കാൾ ഉത്തമം കല്യാണം കഴിച്ച് ജീവിതത്തെ നേരിടുകയാണ്. വിവാഹം കഴിക്കാതിരുന്നാലുണ്ടാകുന്ന വിവിധങ്ങളായ വിപത്തുകളെക്കാൾ വിവാഹത്തിനു ശേഷമുള്ള ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന നാശങ്ങൾ നിസ്സാരമാണെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഓരോരുത്തരും അവൻ്റെ കഴിവും സാഹചര്യവും അനുസരിച്ച് അധ്വാനിക്കട്ടെ. അള്ളാഹു ഒരു മാർഗം കാണിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കൂട്ടരെ സഹായിക്കുന്നത്
അള്ളാഹുവിൻ്റെ ബാധ്യതയത്രേ. ചാരിത്രശുദ്ധി ഉദ്ദേശിച്ച് വിവാഹം ചെയ്യുന്നവനും മോചനമൂല്യം കൊടുത്ത് തീർക്കാൻ ഉദ്ദേശിച്ച് മോചനക്കരാർ നിശ്ചയിക്കുന്ന അടിമയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനൊരുങ്ങുന്നവനും. അഹ്മദ് 74:10, തിർമുദി 17:56, നസായി 31:20, ഇബ്നു മാജ 26:14. അതുകൊണ്ട് ലൈംഗിക അരാജകത്വത്തെക്കാൾ ദാരിദ്ര്യത്തിൻ്റെ നാശത്തെ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സമ്പന്നതയുടെ സൗകര്യങ്ങളല്ല ഇസ്ലാം ധന്യതയായി കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധന്യത എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, എന്നാൽ മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥ ധന്യത. ബുഖാരി 64:46, മുസ്ലിം 24:67. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 765, സൂറത്തു നൂർ ആയത്ത് 33, പേജ് നമ്പർ 1241. വിവാഹത്തിന് കഴിവെത്താത്തവർ സന്മാർഗനിഷ്ഠ പാലിക്കട്ടെ. കഴിവില്ലാത്തവർ എന്നാണ് ഇവിടെ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ളത്. മഹറല്ലാത്ത മറ്റു പല കാരണങ്ങളാലും വിവാഹം നീട്ടിവെക്കേണ്ടി വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ യുവസമൂഹമേ, വിവാഹം ചെയ്യാൻ നിങ്ങളിൽ ആർക്ക് കഴിവുണ്ടോ അവൻ വിവാഹം ചെയ്യട്ടെ. കാരണം നിശ്ചയമായും അത് നോട്ടത്തെ താഴ്ത്തിക്കളയുന്നതും ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതും അത്രേ. ആർക്കെങ്കിലും കഴിവില്ലാതെ വരികയാണെങ്കിൽ അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ, തീർച്ചയായും അത് അവനൊരു പരിചയമായിരിക്കും. ബുഖാരി 50:66, മുസ്ലിം 34:64. സ്വതന്ത്രയായ സ്ത്രീയെ കല്യാണം കഴിക്കാൻ കഴിയാത്തവർ അടിമ സ്ത്രീയെ ശ്രമിച്ചുകൊള്ളാൻ സൂറത്തുൻ നിസാ 25 പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതും സാധ്യമല്ലാത്തവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. പേജ് നമ്പർ 1222. അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ, പ്രതിബന്ധങ്ങൾ ഒഴിവാക്കുന്നത് വരെ സഹിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. കഴിവുണ്ടാകുമ്പോൾ വിവാഹം ചെയ്യാം. വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലകത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയവരിൽ നിന്ന് മോചനക്കരാർ ആഗ്രഹിക്കുന്നവരാകട്ടെ. അടിമകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ഫകാതിബുഹും, അവരുമായി നിങ്ങൾ മോചനക്കരാർ ചെയ്യുക. ഇൻ അലിംതും ഫീഹിം ഖൈറ, അവരിൽ നിങ്ങൾ നന്മ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അടിമത്തം അന്നത്തെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്നോർക്കുക. മറ്റ് കാര്യമായ സ്വത്തുക്കളൊന്നുമില്ലാത്ത ഏതാനും അടിമകൾ മാത്രമുള്ളവരോട് പകരമൊന്നും വാങ്ങാതെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് നീതിയല്ല. അടിമകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചും മറ്റും കിട്ടുന്നതായിരുന്നു അവരുടെ വരുമാനം. ഒന്നും വാങ്ങാതെ നിരുപാധികം മോചിപ്പിക്കാൻ കഴിയുന്നവരോട് അതിമഹത്തായ പുണ്യകർമ്മമാണെന്ന് പറയുകയും അല്ലാത്തവരോട് മോചനക്കരാർ എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരു നിശ്ചിത സംഖ്യ ഒന്നിച്ചോ തവണകളായോ താൻ അടച്ചു തീർത്തുകൊള്ളാം എന്ന് ഒരടിമ തൻ്റെ യജമാനനോട് കരാർ ചെയ്യും. ഇതാണ് മുക്കാത്തബത്ത് എന്ന് ആയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അധ്വാനിച്ചും മറ്റും സംഖ്യ സ്വരൂപിച്ച് നൽകിക്കഴിഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ അടിമ സ്വതന്ത്രനായി കഴിഞ്ഞു. മോചനം ആ അടിമക്ക് ദോഷകരമാണെന്ന് യജമാനന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. പ്രായാധിക്യമുള്ളവനോ രോഗിയോ ആണെങ്കിൽ ആ അടിമയുടെ സംരക്ഷണം ഭാവിയിൽ തകരാറിലാവും എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അവരിൽ നിങ്ങൾ നന്മ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ അടിമത്തം തന്നെയായിരിക്കും അവർക്കുത്തമം. ആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ കൊടുക്കുക. മേൽപ്രകാരം അടിമയുമായി മോചനക്കരാർ ചെയ്യുന്ന യജമാനോടുള്ള കൽപ്പനയാണിത്. ആ അടിമയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. അവർ അടയ്ക്കേണ്ട സംഖ്യയിൽ നിന്ന് കുറെ ഒഴിവാക്കി കൊടുക്കുക. ജോലികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. കൂടാതെ സക്കാത്ത് കൊടുക്കുന്നവരോടുള്ള കൽപ്പനയാണിത്. അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ അടിമക്ക് കൊടുക്കേണ്ടതായ ഓഹരി അവർക്ക് കൊടുക്കണമെന്ന് കൽപ്പനയുണ്ട്. ഇതിന് പുറമെ കഴിവുള്ള മുസ്ലിങ്ങളെല്ലാം കൈയയച്ച് ധർമ്മം കൊടുക്കേണ്ട ഒരു വിഷയമാണിത്. നിങ്ങൾ എന്ത് കൊടുത്താലും നിങ്ങൾ ഔദാര്യം ചെയ്തതാണെന്ന് അഭിമാനിക്കരുത്. സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ചിലവഴിക്കരുത്. നിങ്ങൾക്ക് കൈവശാവകാശം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ഉടമസ്ഥൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. അതായത് ഇതാണ് മാറുള്ള എന്നിവിടെ പറഞ്ഞു. അള്ളാഹുവിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് എന്നല്ല, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അള്ളാഹുവിൻ്റെ സമ്പത്ത് എന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അടിമ വിമോചനം, അതേപോലെ അടിമകളോട് വളരെ മാന്യമായി സ്നേഹത്തോടെയൊക്കെ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകത ആണ്. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ,
നിങ്ങളുടെ യുവതികളെ, അതായത് അടിമ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് നിങ്ങൾ നിർബന്ധിക്കരുത്. പേജ് നമ്പർ 1243. ഇൻ അറദ്ന തഹസ്സുനൻ, ചാരിത്രശുദ്ധി പാലിക്കുവാൻ അവരുദ്ദേശിച്ചാൽ, ലിതബ്തഗു അറദൽ ഹയാത്തിദ് ദുനിയ, ഇഹലോക ജീവിതത്തിൻ്റെ വിഭവങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്. ജാഹിലിയ കാലത്ത് മുതലാളിമാർ അടിമ സ്ത്രീകളെ വെച്ച് വേശ്യാലയം നടത്തി പണം സമ്പാദിച്ചിരുന്നു. അതിനെ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളെ അതിന് നിർബന്ധിച്ചിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇസ്ലാമിൻ്റെ കുപ്പായമിട്ടതിൻ്റെ ശേഷവും ഇങ്ങനെ ചെയ്തു. 2 അടിമ സ്ത്രീകളെ അതിനെ അയാൾ നിർബന്ധിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറഞ്ഞുവെന്നും അതിനെ തുടർന്നാണ് ഈ വചനം അവതരിച്ചതെന്നും മുസ്ലിമും അബൂദാവൂദും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിമ സ്ത്രീകൾ ചാരിത്രശുദ്ധി പാലിക്കുവാൻ ആഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞതിൽ നിന്ന് പാലിക്കാൻ അവരാഗ്രഹിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതേണ്ടതില്ല. അതുപോലെ ഐഹിക വിഭവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അപ്രകാരം ചെയ്യാമെന്നും അർത്ഥമില്ല. വമയ്യുക്രിഹുന്ന, അവരെ ആരെങ്കിലും നിർബന്ധിക്കുന്ന പക്ഷം ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിഹിന്ന ഗഫൂറുർ റഹീം, അപ്പോൾ അവരെ നിർബന്ധിച്ചതിന് ശേഷം നിശ്ചയമായും അള്ളാഹു അവരെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. തെറ്റ് ചെയ്യാൻ നിർബന്ധിതരായവർക്ക് അവരുടെ മനസ്സ് പാപമുക്തമാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 766, സൂറത്തുൻ നൂർ ആയത്ത് 34, പേജ് നമ്പർ 1243. വലഖദ് അൻസൽനാ ഇലൈക്കും ആയാതിൻ മുബയ്യിനാത്തിൻ, തീർച്ചയായും സത്യം തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരിൽ നിന്നുള്ള ഉദാഹരണവും, അതായത് നിങ്ങളിൽ സംഭവിച്ചതുപോലെയുള്ള അനുഭവം മുമ്പുണ്ടായത് ആയിഷ ബീവിയെ പറ്റി അപവാദം പറഞ്ഞതുപോലെ, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതുപോലെ, മറിയം ബീവി യൂസുഫ് നബി അലൈഹിസ്സലാം ഇവരെ സംബന്ധിച്ച് അപവാദ പ്രചരണം ഉണ്ടായതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് നാം വിവരിച്ചു തന്നു. വമൗഇളതൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഉപദേശവും. ആയത്ത് 35. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദി, അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും വെളിച്ചമാകുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും പ്രകാശിപ്പിച്ചത് അവനാകുന്നു. അള്ളാഹു നൽകിയ പ്രകാശമാണ് അവക്കുള്ളത്. മസലു നൂരിഹി, അവൻ്റെ വെളിച്ചത്തിൻ്റെ ഉപമ കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹുൻ, ഒരു വിളക്കുമാടം പോലെ അതിൽ ഒരു വിളക്കുണ്ട്. പേജ് നമ്പർ 1244. അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ, ആ വിളക്ക് ഒരു സ്ഫടികത്തിനകത്താണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ, ആ സ്ഫടികം തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെ ഇരിക്കുന്നു. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്ന് അത് കത്തിക്കപ്പെടുന്നു. സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ, കിഴക്ക് ഭാഗത്തുള്ളതോ പടിഞ്ഞാറ് ഭാഗത്തുള്ളതോ അല്ലാത്ത ഒലീവ് മരം. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാറുൻ, തീ അതിനെ തൊട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ എണ്ണ സ്വയം പ്രകാശിക്കുമാറാകുന്നു. നൂറുൻ അലാ നൂരിൻ, പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി, ജനങ്ങൾക്ക് അള്ളാഹു ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ സംഗതികളെപ്പറ്റിയും സൂക്ഷ്മമായ അറിവുള്ളവനാകുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിൽ വേരൂന്നിയാലുള്ള അവസ്ഥ ഈ വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു. പിൻഭാഗത്തേക്ക് ദ്വാരമില്ലാത്ത ഒരു പൊത്ത്, അതായത് മാളം, അതിൽ ഒരു വിളക്ക്. ആ പൊത്തിൽ വിളക്ക് വെച്ചാൽ ആ മുറിയാകെ പ്രകാശിക്കും. അതിൽ തിരി കത്തിക്കുന്നത് യാതൊരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ എണ്ണ, വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞ ഒലീവ് മരത്തിൽ നിന്നുള്ള എണ്ണ. കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത പകൽ മുഴുവൻ വെയിൽ കിട്ടുന്ന ഒലീവ് മരത്തിൻ്റെ എണ്ണ കൂടുതൽ ശുദ്ധവും തെളിഞ്ഞതുമായിരിക്കും. എത്ര ശക്തമായ കാറ്റടിച്ചാലും ആ തിരി കത്തിക്കൊണ്ട് തന്നെയിരിക്കും. അതൊരിക്കലും അണഞ്ഞു പോവുകയില്ല. സ്വയം പ്രകാശിക്കുന്നതാണ് ആ എണ്ണ. അപ്പോൾ പിന്നെ തീ കത്തിക്കുകയും ചെയ്താൽ മേൽക്കുമേൽ പ്രകാശമാകും. ഇതുപോലെ സത്യവിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറച്ചാൽ അവൻ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുകയും ചെയ്യും. എത്ര വലിയ പീഡനങ്ങളും
മർദ്ദനങ്ങളും കൊണ്ട് ആ പ്രകാശം അണച്ചു കളയുവാൻ സാധ്യമല്ല. അത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. സത്യവിശ്വാസികളെ കുഫിറിലേക്ക് മടക്കുവാൻ ശ്രമിച്ച ദുർജനങ്ങൾ പരാജയപ്പെട്ടതെങ്ങനെയാണ്? തീരിട്ട് ദഹിപ്പിച്ചിട്ട് പോലും അവർ ഈമാൻ ഉപേക്ഷിക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. പൂർവ്വകാലങ്ങളിൽ ഇതുപോലെ എന്തെല്ലാം നടന്നു. മുൻ ആയത്തിൽ പറഞ്ഞതുപോലെ അത്തരം സംഭവങ്ങൾ ധാരാളം ഖുർആനിൽ അല്ലാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. അവിടെയെല്ലാം അല്ലാഹുവിൻ്റെ വെളിച്ചത്തിൻ്റെ ശക്തി നമുക്ക് കാണാം. ആയത്ത് 36 ഫീ ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ, ഉയർത്തപ്പെടുവാൻ അല്ലാഹു അനുവദിച്ചിട്ടുള്ള ചില ഭവനങ്ങളിൽ, വയുദ്കറ ഫീഹാ ഇസ്മുഹു, അവൻ്റെ നാമം അവിടെ സ്മരിക്കപ്പെടുവാനും, യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ വീടുകളിൽ അവന് സ്തോത്രം ചെയ്യുന്നു. പേജ് നമ്പർ 1245. അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ മസ്ജിദുകളാണ് വിവക്ഷ. ദിവ്യപ്രകാശം അവിടെ നിന്നും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. മുൻ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വിടക്കുമാടം ഈ ഭവനങ്ങളാണ്. അത് പടുത്തുയർത്താനും ജീവിത വ്യവഹാരങ്ങൾക്കിടയിലും അവിടെ വെച്ച് സ്ഥിരമായി സ്തോത്ര കീർത്തനങ്ങൾ നടത്താനും മനസ്സിനെ ചൈതന്യവത്താക്കാനും വിശ്വാസികൾ സസന്തോഷം സമയം കണ്ടെത്തുന്നു. ആരാധനക്കായി പള്ളിയിലെത്തി നമസ്കാരവും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ് പുറത്തു വരുന്ന വിശ്വാസി അനുഭവിച്ചറിയുന്ന ആത്മനിർവൃതിയും മനഃശാന്തിയും പറഞ്ഞറിയിക്കാനാവില്ല. മസ്ജിദുകളാണ് ഭൂമുഖത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെന്നും ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടികളാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പള്ളികൾ മലക്കുകൾ വന്നും പോയും ഇരിക്കുന്ന സ്ഥലമാണ്. ആത്മീയവും മാനസികവുമായ സംതൃപ്തിയും അനുഭൂതിയും അള്ളാഹുവിൻ്റെ മലക്കുകൾ അഥവാ അള്ളാഹുവിൻ്റെ വീടുകൾ അഥവാ ബൈത്തുള്ള എന്നറിയപ്പെടുന്ന പള്ളികളിൽ നിന്ന് വിശ്വാസിക്ക് ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രകാശം ഉള്ളത് കൊണ്ടാണത്. ആയത്ത് 37 റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടവും ക്രയവിക്രയവും അശ്രദ്ധരാക്കാത്ത ചില പുരുഷന്മാർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും നമസ്കാരം നിലനിർത്തുന്നതിനെയും സകാത്ത് കൊടുക്കുന്നതിനെയും സംബന്ധിച്ച് ഹൃദയങ്ങളും കണ്ണുകളും ഇളകിമറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ട്, പരലോകത്തിലെ വിഷമഘട്ടങ്ങളെ ഭയപ്പെട്ടുകൊണ്ട്, കച്ചവടം മുതലായ ഭൗതിക വിഷയങ്ങൾക്കിടയിലും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക, സകാത്ത് കൊടുക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നിവയ്ക്ക് യാതൊരു മുടക്കവും വരുത്താത്ത ആളുകളുടെ സാന്നിധ്യം കൊണ്ട് സജീവമായ പള്ളികളാണ് പ്രകാശത്തിൻ്റെ സ്രോതസ്സുകൾ. കത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിലെ വിളക്കുകൾ. ആ വിളക്കുകൾക്ക് യാതൊരു സമ്മർദ്ദവും ഏൽക്കുന്നില്ല. സ്ഥിരമായി അത് പ്രകാശം നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാലുള്ള അവസ്ഥയാണ്. സത്യവിശ്വാസി ഭൗതിക കുഴപ്പങ്ങളെയും ശത്രുക്കളുടെ വർധനങ്ങളെയും ഭയപ്പെടുകയില്ല. അവൻ്റെ മനസ്സ് സ്വയം പ്രകാശിക്കുന്നതും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതുമായിരിക്കും. ഒലീവെണ്ണയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ വഹയിൻ്റെ ഉത്ബോധനം ലഭിച്ചാൽ പ്രകാശം ഇരട്ടിയാകും. അത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാകുന്നു. അതായത് ഇവിടെ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ, കച്ചവടവും ക്രയവിക്രയവും അശ്രദ്ധരാക്കാത്ത ചില പുരുഷന്മാർ അങ്ങനെ അർത്ഥം കൊടുക്കാറുണ്ട്. റിജാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ന അർത്ഥത്തിലും പറയും. സ്ത്രീകൾക്കും മസ്ജിദിൽ പ്രവേശനം അനുവദനീയാണല്ലോ, ജുമാ ജമാഅത്തൊക്കെ അനുവദനീയാണ്, അവർക്ക് നിർബന്ധമില്ല. ആയത്ത് 38 ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകുവാനായി. വയസീദഹും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിക്കുവാനും. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ കൊടുക്കുന്നതാകുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ച് പ്രവർത്തിച്ചവർക്ക് അവൻ അളവില്ലാതെ കൊടുക്കുന്നതാണ്. ആയത്ത് 39 വല്ലദീന കഫറു അഅമാലഹും കസറാബിൻ ബിഖിയാത്തിൻ, അവിശ്വാസികളായിട്ടുള്ളവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. പേജ് നമ്പർ 1246. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ അതിൻ്റെ അടുക്കൽ അവൻ ചെല്ലുമ്പോൾ
താൻ കണ്ടത് ഒന്നുമല്ലെന്ന് അവന് ബോധ്യപ്പെടും. വവജദല്ലാഹ ഇൻദഹു, അതിൻ്റെ അടുക്കൽ അവൻ അള്ളാഹുവിനെ കണ്ടെത്തുകയും ചെയ്യും. ഫവഫാഹു ഹിസാബഹു, അവൻ്റെ കണക്ക് അള്ളാഹു അവന് പൂർത്തിയാക്കി കൊടുക്കും. അള്ളാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. സൽക്കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നതും പ്രതിഫലാർഹമാക്കുന്നതും അത് ചെയ്യുന്നവൻ്റെ വിശ്വാസത്തിൻ്റെയും സതുദ്ദേശത്തിൻ്റെയും ഫലമായിട്ടാണ്. ഉദ്ദേശശുദ്ധിയില്ലെങ്കിൽ എത്ര നല്ല കർമ്മമായാലും പരലോകത്ത് നിഷ്ഫലമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കുന്നത് മാത്രമേ സൽക്കർമ്മമായി പരിഗണിക്കുകയുള്ളൂ. ഈ ഉദ്ദേശ്യമില്ലാതെ പ്രവർത്തിച്ചവൻ കരുതും, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫലമായി ഞാൻ രക്ഷപ്പെടും എന്ന്. പക്ഷേ കഷ്ടപ്പാടാണ് ഉണ്ടാവുക. അത് കേവലം മരീചിക പോലെയാണ്. വെയിലേറ്റ് മണലിൽ വെള്ളം ഓളം വെട്ടുന്നതായി തോന്നും, അതാണ് മരീചിക. വെള്ളമെന്ന് കരുതി ദാഹിച്ച് വലഞ്ഞവൻ മുന്നോട്ടോടും. എത്ര ഓടിയാലും യാതൊന്നും കിട്ടുകയില്ല, ഓടി കഷ്ടപ്പെടുക തന്നെ. അള്ളാഹുവിനെ അവൻ അവസാനം കണ്ടുമുട്ടും. അള്ളാഹു കണക്ക് തീർത്തു കൊടുക്കും. ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്ന 3 കൂട്ടം ആളുകളെ പറ്റിയുള്ള ഒരു ഹദീസ് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു മഹാധർമ്മിഷ്ഠൻ, ഒരു രക്തസാക്ഷി, ഒരു മതപണ്ഡിതൻ, ഈ 3 കൂട്ടരെയും മഹ്ശറിൽ ഹാജരാക്കി വിചാരണ ചെയ്യും. സൽകീർത്തിക്ക് വേണ്ടി മാത്രമാണ് അവർ പ്രവർത്തിച്ചതെന്ന് തെളിയുകയും അവർ നരകത്തിൽ എറിയപ്പെടുകയും ചെയ്യുമെന്ന് ചുരുക്കം. ആയത്ത് 40. അല്ലെങ്കിൽ ആഴമേറിയ സമുദ്രത്തിലെ ഇരുട്ടുകളെ പോലെ തിരമാല ആ സമുദ്രത്തെ മൂടും. മിൻ ഫൗഖിഹി മൗജുൻ, അതിന് മീതെയും തിരമാല. മിൻ ഫൗഖിഹി സഹാബുൻ, അതിന് മീതെ മേഘവും. ദുരുമാതും ബഅ്ദുഹാ ഫൗഖ ബഅ്ദിൻ, ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. ഇദാ അഖ്റജഹു യദഹു ലം യകദ് യറാഹ, അവൻ തൻ്റെ കൈ പുറത്തെടുത്താൽ അവൻ അത് കാണാറാകുന്നില്ല. വമൻ ലം യജഅലില്ലാഹു ലഹു നൂറ, അല്ലാഹു ഏതൊരുവന് പ്രകാശം നൽകില്ലയോ, ഫമാ ലഹു മിൻ നൂർ, എന്നാൽ അവന് യാതൊരു പ്രകാശവും പിന്നെ ഇല്ല. പേജ് നമ്പർ 1247. ദൈവനിഷേധികളുടെ സൽക്കർമ്മങ്ങൾ ഒരുതരം ഇരുട്ട് പോലെയാകുന്നു. ആഴമേറിയ സമുദ്രത്തിൻ്റെ അടിയിലെ ഇരുട്ട് പോലെ മേൽക്കുമേൽ ഇരുട്ടുകൾ. ഇരുട്ടിൻ്റെ കാഠിന്യത്താൽ സ്വന്തം കൈപോലും കാണാൻ കഴിയാത്ത അവസ്ഥ. ആഴിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുമ്പോൾ ആഴക്കടലിൽ അന്ധകാരം നിറഞ്ഞുറഞ്ഞു കിടക്കുന്നു. ഈ അടുത്ത കാലത്താണ് ഇത് വെളിപ്പെട്ടത്. ഉപകരണങ്ങൾ സഹായമില്ലാതെ 20 മുതൽ 30 മീറ്റർ വരെ ആഴത്തിൽ പോകാനാവില്ല. 200 മീറ്റർ ആഴത്തിൽ ജീവൻ നിലനിർത്തുവാനും കഴിയില്ല. എല്ലാ സമുദ്രങ്ങളും ഇരുട്ട് നിറഞ്ഞതല്ല. ആഴക്കടലിലാണ് ഇപ്രകാരം അന്ധകാരമുള്ളത്. ആഴക്കടലിലെ അടുക്കുകളായുള്ള അന്ധകാരത്തിന് കാരണം ഇതാണ്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ 7 നിറങ്ങൾ കൊണ്ടാണ് പ്രകാശകിരണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകാശകിരണം ജലത്തിൽ തട്ടുമ്പോൾ വക്രീകരണം അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. മുകളിലത്തെ 10 മുതൽ 15 മീറ്റർ വരെയുള്ള ജലം ചുവപ്പ് നിറത്തെ ആഗിരണം ചെയ്യുന്നു. 25 മീറ്റർ ആഴത്തിലെത്തിയ ഒരുത്തന് ശരീരത്തിൽ മുറിവേറ്റാൽ അത്രയും ആഴത്തിൽ ചുവപ്പ് നിറം എത്താത്തത് കൊണ്ട് രക്തത്തിൻ്റെ ചുവപ്പ് നിറം കാണാൻ സാധ്യമല്ല. ഓറഞ്ച് നിറം 30 മുതൽ 50 മീറ്റർ വരെ ആഴത്തിലും, പച്ച നിറം 100 മീറ്റർ മുതൽ 200 മീറ്റർ വരെ ആഴത്തിലും, നീല 200 മീറ്ററിനപ്പുറവും, വയലറ്റും ഇൻഡിഗോയും 200 മീറ്ററിനും താഴെയും ആഗിരണം ചെയ്യപ്പെടുന്നു. ആഴക്കടലിൻ്റെ ഓരോ പാളിയിലേക്ക് കടക്കും തോറും നിറങ്ങൾ ഒന്നൊന്നായി അപ്രത്യക്ഷമാകുന്നത് കാരണമായി കടലിൻ്റെ ആഴത്തിലെത്തുന്നതിനനുസരിച്ച് ഇരുട്ടിൻ്റെ ശക്തി വർദ്ധിക്കും. 1000 മീറ്റർ ആഴത്തിൽ സമ്പൂർണമായ ഇരുട്ടാണ്. സമുദ്രോപരിതലം പ്രകാശവും ചൂടുമുള്ളതും ആഴക്കടൽ അന്ധകാരം നിറഞ്ഞതുമാണ്. ആഴക്കടലിൽ തിരമാലകൾ ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സമുദ്രജലത്തിൻ്റെ സാന്ദ്രതയിൽ താഴെയും മേലെയും വ്യത്യാസമുണ്ട്. അവിശ്വാസിയുടെ കർമ്മങ്ങൾ യാതൊരു ഗുണവും ചെയ്തില്ല. ഉദ്ദേശ്യം ദുഷിച്ചതുകൊണ്ട് ആ കർമ്മങ്ങൾ ദോഷമായി തീർന്നു. സന്മാർഗത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും പ്രകാശം ലഭിക്കാത്തവർ യഥാർത്ഥത്തിൽ ഇരുട്ടുകളിലാണ്. വഴിയറിയാതെ ഉഴലുകയാണവർ. ഭൗതികമായ സാഹചര്യങ്ങളും സുഖസൗകര്യങ്ങളും എത്ര തിളക്കമേറിയതാണെന്ന് തോന്നിയാലും ഇരുട്ടിൽ തപ്പുകയാണവർ. എന്ത് പ്രകാശമാണോ ലഭിക്കേണ്ടത് അതവർക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാർമേഘങ്ങളാൽ മൂടപ്പെട്ട് പർവ്വത തുല്യമായ തിരമാലകൾ ഉയർന്ന് ഭയാനകമായ കൂരിരുട്ടിൽ ഇളകിമറിയുന്ന സമുദ്രത്തെയാണ് ഇവിടെ ഉപമിക്കുന്നത്.
കടലിനെ വ്യക്തമായി അറിയുന്ന ആൾക്ക് ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കടൽ യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളുടെ നാവിലൂടെ ഓതപ്പെട്ട ഈ വചനങ്ങൾ അനുഭവസ്ഥരായ ആളുകളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്നും അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്നത് ദിവ്യവചനമാണെന്നും വ്യക്തമായി ബോധ്യപ്പെടാവുന്ന ഉദാഹരണങ്ങളിൽ പെട്ടതാകുന്നു. ഈ വചനങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഇതിൽ ധാരാളം പാഠങ്ങളുണ്ട്. അതായത് ഇവിടെ സമുദ്രാന്തർ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ കടലിൽ പോലും ജീവികളുണ്ട്. യഥാർത്ഥത്തിൽ അതിന് അനുകൂലമായ ചില അഡാപ്റ്റേഷൻസ് അവയ്ക്കുണ്ട്. അതിൽ അനുകൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബയോലൂമിനസൻസ് എന്ന് പറഞ്ഞിട്ട് പ്രതിഭാസം. ജീവികളിൽ കാണുന്ന ലൂമിനസൻസ്, ലൈറ്റ്, ജൈവപ്രകാശം, അപ്പോൾ മിന്നാമിനിങ്ങളൊക്കെ കാണുന്നത് പോലെ. അപ്പോൾ ആഴക്കടയിലുള്ള മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ബൾബുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ട്. വിശദമായിട്ട് പഠിച്ചവർക്ക് മനസ്സിലാവും. ഓക്കെ.